മണി ആ പെണ്ണെപ്പോഴാണ് വരിക? 8 മണിക്ക് വരും. വണ്ടി എടുക്കടാ. മാഡം ഒരു മിനിറ്റ്. ബ്രാൻഡ് പ്രൊമോഷൻ്റെ കോംപ്ലിമെൻ്ററിക്ക് വേണ്ടി ഈ ഡോളൊക്കെ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുകയാണ്. നിങ്ങളിത് വാങ്ങിക്കോളൂ മാഡം, പ്ലീസ് മാം. ചെറിയ കുട്ടികളുടെ അടുത്ത് കൊടുത്താൽ ബ്രാൻഡ് അറിയില്ലല്ലോ, അതിനു വേണ്ടിയാണ് വലിയവരുടെ അടുത്ത് കൊടുക്കുന്നത്. ബ്രാൻഡ് നന്നായ നിറയെ വാങ്ങൂലേ? താങ്ക് യു മാഡം. ഈ ഡോളിൻ്റെ അകത്ത് ഒരു കൂപ്പൺ ഉണ്ട് മാഡം, ഓപ്പൺ ചെയ്ത് നോക്കും മാഡം. കൂപ്പൺ സെലക്ട് ആയി കഴിഞ്ഞാൽ 1 ലക്ഷത്തിനുള്ള സമ്മാനം കിട്ടും. ഇതിൻ്റെ ഉള്ളിലോ? അതെ മാഡം, അതിൻ്റെ അകത്താണ്. അതെ, ആ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞല്ലേ? ചെക്ക് ചെയ്. ഓക്കേ സർ. പറയൂ ജീവ. ഓക്കെ. ആ ഏരിയയിലൊന്നും പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. അല്ല സർ, നമസ്കാരം സർ. 1 സെക്കൻഡ്. എന്താ പ്രശ്നം? കംപ്ലൈന്റ് എഴുതാൻ പറഞ്ഞപ്പോ എഴുതുന്നില്ല. അത്ര കാര്യം എന്താ? എന്റെ മോളെ കാണുന്നില്ല സർ. കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കാം. നോക്കാം സർ. വളരെ നന്ദിയുണ്ട് സാർ. പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തോടോ, ഞാൻ നിന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ? അതിലേക്ക് തിരുതി വെച്ചാ ഞാൻ വാങ്ങിക്കില്ലെന്ന് പറഞ്ഞോ? പെണ്ണിന്റെ ഫോട്ടോ താ. എന്നാ സാർ, ഈ എത്ര മണിക്ക് ജോലിക്ക് പോകും? കാലത്ത് 8 മണിക്കല്ല ഓഫീസിൽ പോകും സാർ. ജോലി കഴിഞ്ഞ ഉടനെ 6 മണിക്ക് തന്നെ വീട്ടിൽ വരും സാർ. എടോ, എല്ലാ പ്രേമം വല്ലതും കാണും. അയ്യോ, അങ്ങനെ ഒന്നുമില്ല സാർ. പിന്നെ അനിയത്തിയുടെ മോന് പറഞ്ഞു വെച്ചിരിക്കുക, അടുത്ത മാസം കല്യാണമാ സാറേ. ശരി, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തില്ലേ, ഞാൻ നോക്കിക്കോളാം. പോയിക്കോളൂ. വളരെ നന്ദിയുണ്ട് സാർ. ഭാസ്കർ, ഈ ഗേൾ മിസ്സിംഗ് ഫയലിനെ കമ്മീഷൻ ഓഫീസിലേക്ക് അയച്ചോളൂ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. സാർ, ഈ ഫയലാണോ സാർ? അതേ ഫയൽ തന്നെ, അതേ തന്നെ. അയക്കാം സാർ.
ചേട്ടാ നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. എടാ ജീവ, ചേട്ടാ പറയൂ ചേട്ടാ. ആ പെണ്ണ് മയക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ശരി ചേട്ടാ. ഒരു ഇഞ്ചക്ഷൻ ഇട്ടേക്ക്. ശരി ചേട്ടാ. ചെല്ല്. ശരി ചേട്ടാ. ഓക്കെ. പാർട്ട്ണർ, ഈ പ്രാവിന് ശബ്ദം കുറച്ച് കൂടുതലാ, സൂക്ഷിച്ച് ചെയ്യണം. ഗുളിയും കൂടെ ഇട്ടിട്ടുണ്ട്, ശബ്ദം വരാതിരിക്കോ? എടാ ജീവ, ചേട്ടാ ആ പെണ്ണിനെ കൊണ്ടുപോയി വിട്ടേക്ക്. ഇഞ്ചക്ഷൻ കൊടുക്കട്ടെ? വേണ്ട, 1 മണിക്കൂർ കാണും, മതി. ശരി ചേട്ടാ. ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എല്ലാം നിന്റെ അച്ഛൻ കാരണ. ഹലോ സാറേ, ഞാൻ ഗായത്രിയുടെ അച്ഛനാ സംസാരിക്കുന്നത്. ആ പറയൂ മാണിക്യം. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. സാർ, അതിനെപ്പറ്റി പറയാനാ ഫോൺ ചെയ്തത്. ആ പറയണം. എന്റെ മകള് വീട്ടിൽ വന്നു സാർ. അങ്ങനെയാണോ? എവിടെ പോയിരുന്നു? ഞാൻ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. എപ്പോ തിരിച്ചു വന്നു? ഇപ്പോഴാ വന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണം? അത് കേസ് ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് സാർ. അന്വേഷിക്കാതെ കംപ്ലൈന്റ് കൊടുക്കുന്നു, പിന്നെ പെണ്ണ് തിരിച്ചു വന്നെന്ന് പറയുന്നു.
സ്റ്റേഷനിൽ വന്ന് പെണ്ണ് തിരിച്ചു കിട്ടിയെന്ന് എഴുതി കൊടുക്കണം. ശരി, ഓക്കെ സർ. ദിവസം ജോലിക്ക് പോയിട്ട് ലേറ്റ് ആയിട്ടാ വരുന്നത്. എവിടേക്കാ പോണേന്ന് പോലും അറിയില്ല. അതിനെങ്ങനെയാ നീ എവിടേക്കാ പോണേന്ന് നിനക്ക് തന്നെ അറിയില്ല. ഇതൊക്കെ ഞാൻ ആരോട് പോയി പറയാനാ? എന്റെ ദൈവമേ. എടി, നീ നടന്ന കാര്യമാണ് ഇതുവരെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം ദൈവമേ. കാപ്പി കുടിച്ചിട്ട് പോ. എടി, അല്ലെങ്കിൽ തന്നെ ഓഫീസിലേക്ക് ലേറ്റ് ആയി. താഴെ സൂര്യ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഇറങ്ങുക. ബൈ ബൈ. ബൈ. ഹേ, നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നില്ലേ? വർക്ക് ഫ്രം ഹോമാ. ഈ കൊറോണ വന്നതിന് ശേഷം അതിന്റെ പേരും പറഞ്ഞ് എല്ലാവർക്കും നല്ലോണം മടി പിടിച്ചിരിക്കുക. എന്നാ ശരി, ഞാൻ ഇറങ്ങാണേ. ബൈ ബൈ. ബൈ. ഹേ ഹായ്. വേഗം കയറ്. പ്രിയേ, പറയട്ടാ. മോഡലിങ്ങിന് ഫോട്ടോ എടുക്കുന്ന പോലെ എടുക്കാതെ പെണ്ണ് കാണാൻ എടുക്കുന്ന പോലെ എടുക്കാൻ പറയാം അവനോട്. അത് ചേട്ടൻ തന്നെ പറഞ്ഞേക്ക്. ഇന്ന് മൺഡേ ഞാൻ മൗനവ്രതത്തിലാ. സാർ ചായ? വണ്ടി റെഡിയാണോ? ആ റെഡി സാർ. സ്റ്റാർട്ട് ചെയ്തു. സിനിമയിൽ ഹീറോയിൻ ആവുന്ന രീതിയിലെ ഫോട്ടോ ഒന്നും വേണ്ട. ഒരു കുടുംബത്തിൽ ചെന്ന് ഐശ്വര്യമായിട്ട് നിലവിളക്ക് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ മതി. അതെന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? സ്വയബുദ്ധി ഉള്ളവരോടല്ലേ പറയാൻ പറ്റൂ. ഹേയ്, ഇത് നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതെ ചേട്ടാ, നിങ്ങളുടെ രണ്ടുപേരും വഴക്ക് എപ്പ തീരും? നിനക്ക് ആദ്യം കല്യാണം ഫിക്സ് ആവട്ടെ, പിന്നെ ഞങ്ങൾ സംസാരിച്ചോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. ഈ ആൽബം എന്ത് വില? സാർ, ഈ ആൽബത്തിന്റെ വില 45,000. പക്ഷെ നിങ്ങൾക്ക് 40,000 തരാം. എങ്കിൽ ശരി, നല്ല സൂപ്പറായിട്ട് ചെയ്തു കൊടുക്കണം. സൂപ്പറായിട്ട് ചെയ്തു തരാം. താങ്ക് യു സാർ. ഹലോ. ഹലോ. ഫോൺ എന്തിനാ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്? തിരിച്ച് ഞാൻ വിളിക്കില്ലേ? എടാ, രാവിലെ തരേണ്ടത് കിട്ടിക്കഴിഞ്ഞാ ഞാൻ എന്തിങ്ങനെ ഫോൺ ചെയ്യുന്നത്? ശരി ശരി, എനിക്ക് ആൽബം വർക്ക് ഉണ്ട്, ഞാൻ പിന്നെ തരാം. ഒന്ന് തന്നിട്ട് ഫോൺ കട്ട് ചെയ്തൂടെ? ജോലി ചെയ്യുന്ന നേരത്തില് ഡിസ്റ്റർബ് ചെയ്യല്ലേ? പോടാ മണ്ട. അതൊക്കെ മൂഡ് വരുമ്പോ തരുമ്പോഴല്ലേ ഒരു... നിനക്ക് എപ്പം നോക്കിയാലും ഇതേ മൂഡ് തന്നെയാണല്ലോ. ഏ ഛെ.
അടിപൊളി. വെരി നൈസ്. ഹായ് പറയടാ. ഹേ, എനിക്ക് ഫോട്ടോഷോപ്പ് വർക്ക് ഉണ്ട്. ഞാൻ കിടക്കാൻ കുറച്ച് ലേറ്റ് ആവും. നീ കഴിച്ചിട്ട് കിടന്നോ. രാവിലെ നീ ഓട്ടോ പിടിച്ച് ഓഫീസിൽ പോയിക്കോ. വൈകുന്നേരം ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യാം. ശരിയാടാ. ആ ജോലി നിനക്ക് പകൽ സമയത്ത് നോക്കിയാ പോരെ. എങ്ങനെ ധൃതി പിടിച്ചിട്ട് ഉറക്കം ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടോ? അതേടാ, ഈവനിങ്ങിനുള്ളിൽ കസ്റ്റമർ കൊടുത്തേ ആണോ. വേറെ വഴിയുമില്ല. ബോസ് പറഞ്ഞും പോയി. എന്നാ ശരിയടാ, ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ വിളിക്കാം. ഒരു തവണെങ്കിലും ഇത് ഫോൺ എടുക്ക് പ്ലീസ് ഡാ. ഓക്കേടി. ബൈ. പിടിച്ചോ, നിന്റെ കോട്ട കഴിഞ്ഞു. ഇനി നീ ചോദിച്ചാ നിന്റെ കഥ കഴിഞ്ഞു. അയ്യോ, സമയായില്ലോ. ഇവന്റെ ഒപ്പം കൂടി വെള്ളം ഓടിച്ചാ ഇങ്ങനെ തന്നെ. എണിപ്പിച്ചു വിട്ടൂടെ? ഏയ് വാടാ. കണ്ടാലും തീർന്നു. എന്റെ ഷുഗർ ഗുളിക എവിടെയാടാ? ഡ്രോയറിലുണ്ടാവടാ. ഡ്രോയറിലോ? രാത്രി ആയാൽ നല്ലോണം വെള്ളടിക്കുക, രാവിലെ ആയാൽ ഷുഗർ ടാബ്ലറ്റ് എവിടെയാന്ന് തേടുക. അവന്റെ ഇതുവരെ എണിച്ചില്ലേ? അവൻ ഇന്ന് ലീവാടാ. നമുക്ക് പോവാ. പറ ശ്വേത. ബാലാജി, സൂര്യ എന്താ ഫോൺ ചെയ്തിട്ട് എടുക്കാത്തത്? അവൻ ഇന്ന് ലീവാ. അവൻ റൂമിലുണ്ടാവും. അതെയോ? ശരി എന്നാ ഓക്കെ, ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കിക്കോളാം. ശരി, ഓക്കെ ശ്വേത. ഇവന്മാർക്ക് എപ്പോഴും ഇതന്നെ ജോലിയായി പോയല്ലോ. ആ ചേട്ടാ, ഇവിടെ നിർത്തിയാ മതി. ഇവിടെ എത്രയായി? 50 രൂപ. താങ്ക് യു. ഫോൺ ചെയ്താ എടുക്കരുത്. ലൈഫിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ നിനക്ക്? അച്ഛൻ ദിവസവും എന്നെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ കല്യാണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞില്ലേ? 2 മാസം സമയം ചോദിച്ച് നീ 1 വർഷം എടുത്തത് സൂര്യ. രാവിലെ തന്നെ നീ തുടങ്ങിയോ? എപ്പോ നോക്കിയാൽ ഇതന്നെ പറ. നിക്ക്, ഞാൻ കോഫി എടുത്തോണ്ട് വരാം. ശ്വേത, ഞാൻ നിനക്ക് റേഡിയോ പറയട്ടെ? എന്താണാവോ?
ഒരു 10 മാസം നീ വെയിറ്റ് ചെയ്തെന്ന് വെച്ചോ, ഒരു കൊച്ചിനും ചേർത്ത് കൊണ്ടുപോയത് എൻ്റെ അച്ഛനെല്ലാം സമ്മതിക്കും. എനിക്ക് തോന്നി ഇതുപോലത്തെ എന്തെങ്കിലും വിളിച്ചു പറയും. ഹലോ, MLA ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. ലോ ചേട്ടനല്ലേ സംസാരിക്കുന്നത്? ഞാൻ തന്നെയാണ്. അതാ ലാൻഡിന്റെ കേസ് ശരിയേക്കാം. താങ്ക് യു ചേട്ടാ. ഉണ്ടാണ്ടിരിക്കും ലോഹി ചേട്ടനാ. ചേട്ടാ ഡാ, നിന്റെ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, കണ്ടോ നീ? ഇപ്പൊ നോക്കാം ചേട്ടാ. ആരാ എന്താന്ന് നോക്കിട്ട് പൊക്കവളെ. ശരി ചേട്ടാ. സാരെന്താടാ പറഞ്ഞേ? ഒരു പ്രാവിനെ പൊക്കണോടാ. എന്താ പറ്റൂ? പ്രാവ് നമ്മുടെ ഏരിയ ആണോ പുറത്തെ ഏരിയ ആണോ? അതേ സ്ഥലം തന്നെടാ. എങ്കിൽ ഓക്കെ. ഓഫീസിലേക്ക് പോണടാ, എനിക്ക് വരാൻ പറ്റില്ലാന്ന്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ദാ അവിടുന്ന് കോൾ വന്നോണ്ടിരിക്കുന്നു. എന്തെങ്കിലും റീസൺ പറഞ്ഞ് വാന്നേ. ഞാൻ എങ്ങനെ വരാനാ? എനിക്കതൊന്നും അറിയില്ല, നീ വന്നേ പറ്റും. ആ പെണ്ണ് ഏത് സ്ഥലമാണ്? സ്ഥലം കോട്ടയാണ്. അവളുടെ അച്ഛൻ? പെണ്ണിന്റെ അച്ഛൻ ഗവൺമെന്റ് സ്കൂളിലത്തെ അധ്യാപകനാണ്. എവിടെയാ പണിയെടുക്കുന്നത്? അവള് IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എവിടെയാ താമസിച്ചിരിക്കുന്നത്? അവള് വൈറ്റ്ല നഗർ ലേഡീസ് ഹോസ്റ്റലിലാണ്. വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ? ചേട്ടാ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്താ പൊക്കട്ടെ? എന്നാ പൊക്കവളെ. അവൾക്ക് അനിയനും ചേട്ടനും ആരെങ്കിലോട്ടാ? എനിക്കറിഞ്ഞ ആരുമില്ല ചേട്ടാ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. ആ ശരി ചേട്ടാ. നമസ്കാരം ചേട്ടാ. ആ, കൃപ എവിടെയാ? മോളുണ്ട്. ആ, അവൻ വിളിക്കുന്നു, പോ. കഞ്ചാവ് കഴുതേ, എപ്പോ നോക്കിയാലും കഞ്ചാവ് അടിച്ചോണ്ട് അകത്ത് പോയി കിടക്കടാ. നമസ്കാരം ചേട്ടാ. ഇത് സ്ട്രോങ് ആണല്ലോ. നന്നായിരിക്കും ചേട്ടാ. ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല സാറേ. ആ പോ. ശരി സാർ. ഞാൻ ആഗ്രഹിച്ച പൊക്കാൻ പറഞ്ഞ എണ്ടി ഇതിനുമ്പ് നീ എടുത്തോടാ. പാർട്ട്ണറെ അകത്തേക്ക് പോവോ?
എന്താടി ആളെത്തിയില്ല ഇതുവരെ? ഇല്ല, ഇങ്ങ് എത്തിക്കോളൂ. ടയറും പഞ്ചറായി. ഹലോ. എടാ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും തോന്നുന്നു. ഞാൻ റൂമിന് താഴെ വെയിറ്റ് ചെയ്യാ. മോളെ വണ്ടി പഞ്ചറായി. ശരി, ഞാൻ വെയിറ്റ് ചെയ്യട്ടെ? വേണ്ട, നീ ഓട്ടോ പിടിച്ച് പോയിക്കോ. ഓക്കേ? ശരി, ഓക്കേടാ. ഈവനിങ് എങ്കിലും ദയവ് ഇതൊന്ന് പിക്കപ്പ് ചെയ്യൂ പ്ലീസ് ഡാ. ശരിടാ. അളിയോ, പറയടാ മണി. ആ കുട്ടി പുറത്തു വന്നു. ശരി, ഞാൻ നോക്കിക്കോളാം. എടാ കഞ്ചാവേ. ഞാൻ നോക്കിക്കോളാം. എക്സ്ക്യൂസ് മീ മാഡം. മാഡം ഒരു മിനിറ്റ്. ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി ഈ ഡോള് ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓ അതെയോ? ഇത് വല്ല കുട്ടികൾക്കും കൊടുത്താ പോരെ? ഇല്ല മാഡം, കുട്ടികൾക്ക് ബ്രാൻഡ് അറിയില്ല. നിങ്ങളെപ്പോലുള്ള വലിയൊരു അടുത്ത് കൊടുത്താൽ നിങ്ങൾ കൊടുത്തോളേ. ഞങ്ങളെ ബ്രാൻഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കടയ്ക്ക് പോകുമ്പോൾ പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കൂലേ? അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ഫ്രീ ആണ് മാഡം, വാങ്ങിക്കോളൂ. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലേ? അതെ മാഡം, ഞങ്ങളെ കമ്പനി ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സിറ്റി മുഴുവനും എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തോണ്ടിരിക്കുന്നത്. പിള്ളേരുടെ അടുത്ത് കൊടുത്താൽ അവർ വളരെ സന്തോഷിക്കും. ശരി, വാങ്ങിക്കോളൂ മാഡം. മാഡം, ഡോളിൻ്റെ അകത്ത് ഒരു കൂപ്പനുണ്ട്. അത് തുറന്നു നോക്കിയാൽ 1 ലക്ഷം വരെ സമ്മാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. മിസ് ചെയ്യരുത് മാഡം. സൂര്യ, എനിക്ക് പേടിയാവുന്നു സൂര്യ. സൂര്യ, ഹലോ. ഹലോ, ശ്വേത വീട്ടിലുണ്ടോ ഇല്ല ഓഫീസിൽ പോയോ? അവള് രാവിലെ തന്നെ ഓഫീസിൽ പോയല്ലോ. ഹലോ. ഹലോ. പറയൂ സർ, ശ്വേത ഓഫീസിലുണ്ടോ? അവരിന്ന് ഓഫീസിലേക്ക് വന്നില്ലല്ലോ സാറേ. ഓക്കെ സർ. ഹലോ. ഡാ ബാലാജി, പറയടാ. ശ്വേതനെ കാണുന്നില്ലടാ. എന്താടാ നീ പറയുന്നത്? ഓഫീസിൽ പോയി കണ്ടോ? എടാ, അവള് ഓഫീസിലും ഇല്ല വീട്ടിലും ഇല്ലടാ. നീ എന്താടാ പറയുന്നത്? ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫിലാണ്. എടാ നീ പേടിക്കലടാ, അവള് മൊബൈൽ മിസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്ക്. ശരിടാ. ബാലാജി, ഓഫീസിലും ഇല്ല വീട്ടിലും ഇല്ല. ആക്സിഡന്റ് ആയിട്ടുണ്ടാവുന്ന വല്ല പേടിയുണ്ടടാ. ശരി, ഓക്കെ, നീ പോലീസ് സ്റ്റേഷൻ വാ, അവിടെ അന്വേഷിക്കാം.
കംപ്ലൈന്റ് തരണം മാഡം. റൈറ്ററെ പോയി കാണൂ. നമസ്കാരം സർ. നമസ്കാരം, പറയൂ. എൻ്റെ ലവർ മിസ്സായിട്ടുണ്ട്, ഒരു കംപ്ലൈന്റ് തരണം. എടോ, ഓരോരുത്തൻ അമ്മയെ കണ്ടില്ല, ചേട്ടത്തിയെ കണ്ടില്ല, ഭാര്യയെ കണ്ടില്ല എന്ന് പറയുന്നു. നീ അവരെ കണ്ടില്ല എന്ന് പറയുന്നു. രാവിലെ 8 മണിക്ക് ഓഫീസ് പോയതാ സർ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 8 മണിക്ക് ജോലിക്ക് പോയി, മണി 9 ആയിട്ടുള്ളൂ, അതിനിടയ്ക്ക് കണ്ടില്ല എന്ന് വന്ന് പറയുന്നു. ആക്സിഡന്റ് ആയിട്ടുണ്ടാവുന്ന പേടിയാവുന്നു സർ, ഒന്ന് ചെക്ക് ചെയ്യോ പ്ലീസ്. രാജൻ സാർ. ലോക്കൽ ട്രാഫിക്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായെന്ന് അന്വേഷിച്ച് പറയാൻ പറയൂ. ഓക്കെ സാർ. നീ മാത്രമാണല്ലോ അവർ, അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ? സർ, കുറച്ച് മര്യാദയായിട്ട് സംസാരിക്കണം. 1 മണിക്കൂറിനകം വന്ന് പറയുന്നു, അതിനിടയ്ക്ക് മര്യാദ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഗുഡ് സർ. മോർണിംഗ് സാർ. ശരി, അവിടെ പോയി ഇരിക്കി. സാർ, ഇൻസ്പെക്ടർ അദ്ദേഹം വിളിക്കുന്നു. എടാ, നീ കുറച്ച് പുറത്തുനിന്ന് വെറ്റി. ശരിടാ. എന്തുപറ്റി? എൻ്റെ ലവറിനെ കാണുന്നില്ല. ആര്, ശ്വേതയെ? അതെ സർ. സാറോ? എടാ, ഞാൻ നിന്റെ ഫ്രണ്ടാണ്. നീ നടന്ന കാര്യം പറയേ. രാവിലെ 8 മണിക്ക് അവൾ ഓഫീസ് പോയതാ. ഓഫീസിലും ഇല്ല, വീട്ടിലും ഇല്ല, ഫോണാണെങ്കിൽ ഓഫാണ്. എനിക്കാണെങ്കിൽ വല്ലാതെ പേടിയുണ്ട്. ഇതുപോലുള്ള കേസസ് ഒരുപാട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിൽ മാത്രം 11 കേസാണ്. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 കേസ്. മനസ്സിലാകുന്നില്ല ജയ്. ഇതുപോലെ മിസ്സാകുന്ന പെൺകുട്ടികളുടെ പാരന്റ്സ് അവർ നേരിട്ട് വന്ന് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം 2 ദിവസം കഴിയുമ്പോൾ അവർ വന്ന് കംപ്ലൈന്റ് തിരിച്ചു വാങ്ങാറുണ്ട്. റീസൺ എന്താണെന്ന് നീ ചോദിച്ചാൽ, മോള് ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയും. 11 കേസിലും അവർ തന്നെ കംപ്ലൈന്റ് ചെയ്ത് അവർ തന്നെ തിരിച്ച് കംപ്ലൈന്റ് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഈ കാര്യങ്ങളിൽ നല്ല സംശയമുണ്ട്. കംപ്ലൈന്റ് ചെയ്യാത്ത ആരും ഫർദറായിട്ട് മൂവ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് അതുപോലത്തെ കേസ് തന്നെ ആയിരിക്കും. എൻ്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ ശ്വേത തിരിച്ചു വരും. ജയ്, എനിക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റുമോ? അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ഇല്ല, എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പറയാൻ പാടില്ല. നീ എൻ്റെ ഫ്രണ്ടായി പോയി. ഈ 3 പേരുടെ കംപ്ലൈന്റ് കോപ്പിയും എല്ലാ ഏരിയയും നിയർ ബൈ ആണ്. എടാ, ഇതിനും ശ്വേതയ്ക്കോ എന്താടാ കണക്ഷൻ? ഈ പെണ്ണുങ്ങളെല്ലാം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ പ്രോബ്ലം എന്ന് പറയാതെ അവർ കേസ് വാപ്പസ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഈ അഡ്രസ്സിൽ ഈ പെണ്ണുങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ അവരുണ്ടായാൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എടാ, ഒരു പക്ഷേ അഡ്രസ്സിൽ ആരും ഇല്ലെങ്കിലോ? തീർച്ചയായിട്ടും അപ്പോൾ വേറെന്തോ ക്രൈം നടന്നിട്ടുണ്ടാവും. വൈറ്റില നഗറിൽ ആ 2 പെണ്ണുങ്ങളുടെ അഡ്രസ്സ് ഉണ്ട്. നീ അവിടെ പോയിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യ്. ഞാൻ ആൻഡ്രസൺ നഗറിൽ പോയി ചെക്ക് ചെയ്യാം. നീ അവിടെ പോയിട്ട് എന്താ നോക്കിയിട്ട് എനിക്ക് അപ്പം തന്നെ ഇൻഫോം ചെയ്യും. എല്ലാം ഓക്കെ അല്ലേ? ശരി, ഓക്കെടാ. സർ, ഹലോ സർ. ആ പറയൂ. സത്യമുണ്ടോ? നീ ആരാണ്? ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാ. അവളെ കാണാൻ പറ്റുമോ? അവരെ പറ്റി എനിക്കൊന്നും അറിയില്ല മോനെ. അവര് വേറെ എവിടെ പോയിട്ടുണ്ടാവും അറിയോ? എനിക്കറിയില്ല മോനെ. ഓക്കെ സർ. ആ ശരി ശരി. നമസ്കാരം സർ. പറയണു സാർ. ഇവിടെ വേദിക്കുണ്ടോ? വേദിക്കോ? അവരെപ്പോഴോ വീടൊഴിഞ്ഞു പോയല്ലോ. ഒന്ന് എമർജൻസി ആയിട്ട് കാണണം. ഞാൻ അവരുടെ റിലേറ്റീവ് ആണ്. കോൺടാക്ട് നമ്പർ എന്തെങ്കിലും കിട്ടുമോ? അവര് പണ്ട് ജോലി ചെയ്ത ഹോട്ടലിൽ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുക. നിങ്ങൾ അവിടെ പോയി നോക്കാമല്ലോ. ഓക്കെ, താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. യെസ്, വേദിക്കുണ്ടോ? പറയൂ, ഞാൻ തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. ശരി, ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ വരാം.
എന്താ കാര്യം? എൻ്റെ ലവർ കാണുന്നില്ല, അതിനുവേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് വേണം. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോഴാണ് നിങ്ങളെപ്പറ്റി എനിക്ക് അറിഞ്ഞത്. നിങ്ങൾ പറയാൻ പോകുന്ന സത്യമാണ് എൻ്റെ ലവർ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമായിട്ട് ഞാൻ ആരടുത്തും പറയില്ല. എന്നെ നിങ്ങളുടെ ഏട്ടനായിട്ട് വിചാരിച്ചൊന്ന് പറയൂ പ്ലീസ്. ലൈഫിൽ ഒരു പെണ്ണിന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എനിക്ക് സംഭവിച്ചത്. ആരാണെന്നറിയില്ല. രാവിലെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബൊമ്മയെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് ഡെമോയാണ്, ഫ്രീ ആണെന്ന് പറഞ്ഞു. അത് വാങ്ങി 4 സ്റ്റെപ്പ് നടന്നപ്പോൾ ഞാൻ ബോധം കെട്ടു വീണു. അതിനുശേഷം 2 ദിവസം എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ എനിക്ക് ഡ്രഗ് കുത്തിവെച്ചു. ആ വേദനയും ഭയവും പുറത്തു പറയാൻ എനിക്ക് ആവില്ലായിരുന്നു. വിവാഹം കഴിക്കാൻ പോലും എനിക്ക് പേടിയാവുന്നു. വീഡിയോ എടുത്തിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. മാനത്തെ പേടിച്ചാണ് ഞാൻ പോലീസിൽ പോലും പോകാത്തത്. ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാ ചേട്ടനായി കരുതിക്കൊള്ളാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് മാത്രം. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലവറെ രക്ഷപ്പെടുത്താൻ നോക്ക്. ഇല്ല, ഇങ്ങ് എത്തിക്കോളൂ. എങ്ങനെയെങ്കിലും ദയവ് ഇതൊന്ന് പിക്കപ്പ് ചെയ്യൂ പ്ലീസ്. ജാൻ, ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി ഈ ഡോള് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ കമ്പനി ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സിറ്റി മുഴുവനും എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ മാഡം, പിള്ളേരുടെ അടുത്ത് കൊടുത്താൽ അവർ വളരെ സന്തോഷിക്കും. മിസ് ചെയ്തിരുന്നു. ഒരു ബൊമ്മയെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് ഡെമോയാണ്, ഫ്രീ ആണെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഈ ടെഡി ബൊമ്മയിലുള്ള ബാർകോഡ് വെച്ചിട്ട് ആരാണ് ഇത് പർച്ചേസ് ചെയ്തത്, എവിടുന്നാണ് ഇത് വാങ്ങിയതെന്ന് എനിക്ക് അറിയണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സർ, ഞാൻ കിഡ്സ് ടോയ് ഷോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആ സർ, 110 ടോയ് നിങ്ങളുടെ ഷോപ്പിൽ നിന്നാണ് ഡെലിവറി ആയിരിക്കുന്നത്. അത് ആർക്കാ ഡെലിവറി ചെയ്തെന്ന് അതിന്റെ അഡ്രസ് കിട്ടുമോ സർ? ഇല്ലല്ലോ, അഡ്രസ് തന്നില്ലല്ലോ. ഫോൺ നമ്പർ മാത്രമേ തന്നുള്ളൂ. വേണമെങ്കിൽ അത് തരാം. ശരി സർ, കുഴപ്പമില്ല. ഈ നമ്പർ മാത്രം സെൻഡ് ചെയ്യൂ. തീർച്ചയായും. ആ ഓക്കെ സർ. ഇപ്പൊ തന്നെ അയക്കാം. അളിയോ, 690 ബാർകോഡ് ചൈന മാനുഫാക്ചർ ആണ്. ഇത് ടോമി എന്ന ബ്രാൻഡ് നെയിമാണ്. ഇത് ഇന്ത്യൻ കമ്പനി തന്നെ, പക്ഷേ പ്രൊഡക്ഷനൊക്കെ ചൈനയാണ്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ വില്ലിംഗ്ടൺ ഐലാൻഡിലായിരിക്കുന്നത്. ടോട്ടലായിട്ട് 15 പീസാണ് മേടിച്ചിരിക്കുന്നത്. അഡ്രസ്സൊന്നും തന്നിട്ടില്ല, വെറും ഫോൺ നമ്പർ മാത്രം. ഫോൺ നമ്പർ ഒന്ന് പറ. 73584241. ഇതിനു മുമ്പ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അത് വേണ്ട ചേട്ടാ. നിനക്ക് വേണ്ടെങ്കിൽ സാരമില്ലടാ, പിള്ളേർക്ക് കൊടുക്ക്. ഫോൺ എടുക്കണം. ഹലോ, ആരാണ്? സർ നമസ്കാരം സർ. നിങ്ങൾ ലാസ്റ്റ് വീക്ക് ഒരു ടോയ്സ് വാങ്ങിയില്ലേ, അവിടെ നിന്നാണ് വിളിക്കുന്നത്. സർ, നിങ്ങൾ വാങ്ങിയ കൂപ്പണിലേക്ക് ഗിഫ്റ്റായിട്ട് മൊബൈൽ വന്നിട്ടുണ്ട്. മൊബൈലാ? അതെ സർ. ഗിഫ്റ്റോ? നിങ്ങളൊന്ന് കളക്ട് ചെയ്യുന്നോ ഇല്ല ഞാൻ നേരിട്ട് ഒന്ന് തരട്ടെ സർ? ഞാനിപ്പോ ഒരു ജോലിയിലാണ്, പിന്നെ സംസാരിക്കാം. സർ 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 ഹലോ. പാവ വാങ്ങിച്ച കടന്ന് ഫോൺ ചെയ്ത് ഏതോ മൊബൈൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് വന്ന് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നോട് ആരാടാ നമ്പർ കൊടുക്കാൻ പറഞ്ഞത്?
അവര് മൊബൈൽ നമ്പറും അഡ്രസ്സും ചോദിച്ചിരുന്നു, അതാ ഞാൻ കൊടുത്തേ. എവിടെയോ തെറ്റ് നടക്കുന്നു. ഈ പാവം വാങ്ങിയതിന് ആരാടാ മൊബൈൽ ഫോൺ ഫ്രീ ആയിട്ട് തരുന്നത്? അവനൊരു ഫോൺ ചെയ്ത് നമ്മുടെ ഏരിയയിലേക്ക് വരാൻ പറ. നീ ആ ബൊമ്മ എടുത്തിട്ട് ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അതിൻ്റെ ഉള്ളിൽ എന്തോ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് കെമിക്കലാണെന്ന് അറിയുന്നില്ല. അത് എന്താണെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ. ജീവ, ആ പെണ്ണിന് വെറും ബോയ് ഫ്രണ്ട് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഫാമിലിയൊക്കെ നാട്ടിലാണ് ചേട്ടാ. പിന്നെ ഒരു പൈഡനോട് മാത്രം ഇഷ്ടത്തില്ല. ഡെയിലി അവൻ തന്നെയാ പിക്കപ്പും ഡ്രോപ്പൊക്കെ. വേറെ പറയാനായിട്ട് ഒന്നുമില്ല ചേട്ടാ. നമ്മളെ പറ്റി അവനൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ മൂവ് ചെയ്യാൻ പാടില്ല. പേടിപ്പിച്ച് നിർത്തണം. ചേട്ടാ പറയൂ ചേട്ടാ. അവന്റെ ഫോട്ടോ എനിക്ക് വേണം. ശരി ചേട്ടാ. അവൻ വന്ന ഉടനെ അവന്റെ ഫോട്ടോ എടുത്ത് അയച്ചേക്ക്. ശരി ചേട്ടാ. എടാ അവനാ ഫോണൊന്ന് വിളിച്ചേ. ആ ശരി. ഹലോ. അതെ, ഞാൻ പറയണത് കേക്ക്. വൈറ്റ്ലയിലുള്ള തൈക്കോട് അപ്പാർട്ട്മെന്റിൽ വാ കേട്ടാ. അവൻ എന്താ പറഞ്ഞേ? വരുമല്ലോ അല്ലേ? വരൂന്നേ. എന്തിയാടാ ഫോൺ അടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഫോൺ എൻ്റെ അടുത്തേക്ക് ഇതാ. എന്നാ. ഹലോ. ഹലോ. നിങ്ങൾ പറഞ്ഞ ഫ്ലാറ്റിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏത് ബ്ലോക്കാണെന്ന് പറയാൻ പറ്റുമോ സോ? വെയിറ്റ് ചെയ്യടാ. എന്തിനാ ബ്രോ വെയിറ്റ് ചെയ്യിക്കണേ? നമുക്കിപ്പോ അവനെ പൊക്കാലോ. ഫോണ് വരും, വെയിറ്റ് ചെയ്. അതെയാ? ചേട്ടാ. ജീവ, അവനെ കൊന്നേക്ക്. എന്തേ പറയുന്നേ? അല്ലാതെ വേറെ മാർഗമില്ല. ആലോചിക്കണ്ട. ശരി ചേട്ടാ. അളിയാ. എടാ മണി, ചേട്ടൻ അവനെ തീർക്കാൻ പറഞ്ഞു. എന്താടാ പറയുന്നത്? ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, തീർത്തളഞ്ഞേക്ക്. ഹലോ. എടാ, നീ ഇതിൽ കൂടുതൽ മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും സംഭവിക്കുക. നിന്റെ പ്രാവിന്റെ ചിറകുകൾ ഒടിച്ച് നിന്റെ അടുത്തോട്ട് അയച്ചേക്കാം. മര്യാദയ്ക്ക് പൊയ്ക്കോണം.
നമസ്കാരം ചേട്ടാ. എന്തായി കൃപ? ആരാവൻ? അറിയില്ല. നമ്മുടെ പിള്ളേരെ തന്നെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് ആ പെണ്ണിനെ ഇറക്കി വിട്ടിരിക്കല്ലോ. ഇതുവരെ ആരും നമ്മുടെ അടുത്തേക്ക് വന്നില്ല. ഇവനാണ് ഫസ്റ്റ് ടൈം. അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്. നമ്മൾ ചെയ്യുന്നത് ക്രൈമാണ്. പുറത്തറിയാത്തവർ നമ്മൾ സേഫാണ്. അതിര് കടന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും പ്രശ്നമാണ്. ഇപ്പൊ ആ പെണ്ണിനെ എന്ത് ചെയ്യാനാ? അവളെ ഒന്നും ചെയ്യണ്ട. 2 ദിവസം കഴിഞ്ഞ് ഇറക്കി വിട്ടേക്ക്. അവൻ നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവൻ വന്നാൽ തീർത്തേക്ക്. അമ്മേ പറ. എന്താടാ ശ്വേതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ? ശ്വേതയ്ക്ക് എന്താ സംഭവിച്ചേ? അമ്മേ അവള് ഫോൺ മിസ് ചെയ്തമ്മേ. അച്ഛനോട് സംസാരിച്ച് നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ സമ്മതം വാങ്ങിടാ. ശരി അമ്മേ. നീ വേഗം വരാണെങ്കിൽ ശ്വേതയുടെ വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാം. ശരി അമ്മേ, ഞാൻ വെക്കാണ്. ഏയ് നിക്കടെ, ഒരു കാര്യം കൂടി. എന്താ അമ്മേ? ശ്വേതയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയടാ. ഞാൻ പറയാം. ഛേ, എടാ, എന്താടാ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവളൊരു ഹാക്കറാ. അവളുടെ അടുത്ത് പറഞ്ഞ മരിച്ചവന്റെ നമ്പർ വെച്ച് അവള് കോൾ ഹിസ്റ്ററി എടുക്കോടാ. അത് വെച്ച് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാടാ. നീ എന്ത് പറയുന്നു? പെട്ടെന്ന് വരാൻ പറ. രാധിക, നീ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. ഹായ്. ഹായ്. എന്താടാ കാര്യം പറ. രാധിക, ഒരു ഫോൺ നമ്പറിന്റെ കോൾ ഡീറ്റെയിൽസ് വേണം. നമ്പർ ഇതാ. 1 സെക്കൻഡ്. ഇതാ. അവൻ അവസാനമായി 63 കോളുകൾ വന്നിട്ടുണ്ട്. അതിൽ കൂടുതലായി ഈ 2 നമ്പറാണ് വന്നിട്ടുള്ളത്. ആ 2 നമ്പറിന്റെ അഡ്രസ് കിട്ടുമോ? ഒരു നമ്പർ ഒരു മീനാക്ഷിയുടെ പേരിലാണ്. ഗ്രോവർ നഗർ നിയർ ബൈ ഉള്ള ഒരു അഡ്രസ്സാണ്. ഇനിയൊരു നമ്പർ ജീവയുടേത്. അവന്റെ അഡ്രസ്സും അതേ സ്ഥലത്താണ്. ഞാൻ വേണമെങ്കിൽ ആ നമ്പർ ഫോൺ ചെയ്ത് നോക്കട്ടെ. വേണ്ട, നമ്മൾ അവർക്ക് കോൾ ചെയ്താൽ അവർ കണ്ടുപിടിക്കും. ഓക്കെ. ഞാൻ അഡ്രസ്സിൽ പോയിട്ട് നേരിട്ട് നോക്കാം. ആ പെണ്ണെ പറഞ്ഞേക്കല്ലേ? പേടി തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാലോ? ഇരിക്കടാ. ആ വേണ്ട ഏട്ടാ, ഇരിക്കാനല്ലേ പറഞ്ഞ.
സോറി. 10 വർഷമായിട്ട് നമ്മൾ എന്തുമാത്രം തെറ്റ് ചെയ്തു കാണും. എന്തുകൊണ്ടാണ് ആരും നമ്മളെ പിന്തുടർന്ന് വരാത്തതെന്നറിയാവോ? അറിയില്ല ഏട്ടാ. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളിലും ലോയേഴ്സിനെയും രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും കൂട്ടിച്ചേർക്കും. രക്ഷിക്ക് സൂര്യ. എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് അവർക്കും കൂടിയാണ്. ഇവിടെ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാൻ പറ്റും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മോഷണം ചെയ്ത് അവനെ അടിച്ച് ജയിലിലിടും. പക്ഷെ ഒരു ബാങ്കിൽ 100 കോടി കടം വാങ്ങിച്ചാൽ അത് എഴുതിത്തള്ളും, അവന് സംരക്ഷണവും കൊടുക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റൊരിക്കലും ചെറുതാകാൻ പാടില്ല, വലുതായിരിക്കണം. ജീവ, അടുത്തതായി അവൻ നിന്റെ അടുത്തേക്ക് വരും. എൻ്റെ അടുത്ത് വന്നാ ഞാൻ തീർത്തേക്കാം ചേട്ടാ. നിനക്കവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സൂര്യ. ചേട്ടാ, ഇവിടെ ജീവന്റെ വീട് എവിടെയുള്ള? ഒരു ലോണിന്റെ കാര്യം വേണ്ടിയാ.
നിക്കണം ഇപ്പൊ കണ്ടില്ലേ? എടാ നിങ്ങൾ ഇത്രയും പേര് ടൂൾസ് എടുത്തോണ്ട് അവിടെ ഇല്ലായിരുന്നോ? അവന്റെ മുഖത്ത് ഒരു പാടുമില്ല, ശരീരത്ത് എല്ല് പോലും ഒടിഞ്ഞിട്ടില്ല. നിങ്ങളെന്താ അവിടെ കള്ളനും പോലീസ് കളിക്കായിരുന്നോ? നിങ്ങളെല്ലാം ഗുണ്ടകളാന്ന് പുറത്ത് പറഞ്ഞേക്കരുത് കേട്ടോ. മുഖത്ത് കാർക്കിച്ച് തുപ്പും പിള്ളേര് പോലും. ഈ മുഖം ഞാൻ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാ സ്കെച്ചിട്ട്? 10 ലക്ഷം രൂപയും നിന്റെ ഫോട്ടോയും എന്റെ വീടിന്റെ വാതിക്കലുണ്ടായിരുന്നു. ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് തീർത്തേക്കാൻ. അതുകൊണ്ടാ പിള്ളേരെ അങ്ങോട്ട് അയച്ചേ. നല്ല ഫൈറ്റാണ് നിന്റെ കേട്ടാ. പക്ഷെ നിന്നെ വിടില്ല. എന്റെ പിള്ളേരെക്കാൾ ഷാർപ്പാണല്ലോ നീ. അവന്റെ ഫോൺ നമ്പർ കിട്ടുമോ? അതേതാ പുതിയതായിരുന്നല്ലേ? ഏതോ 4 നമ്പർ കമ്പ്യൂട്ടർ വഴി വിളിച്ചാന്നാ തോന്നണേ. അതുകൊണ്ടാ ഗുണ്ടകളെല്ലാം അവരവരുടെ സ്വന്തം നമ്പറിൽ നിന്ന് വിളിക്കാറില്ല. അവൻ നിനക്ക് പൈസ തന്നില്ലേ? അതിലുള്ള ഒരു കട്ട് എനിക്ക് വേണം. അതെന്തിനാടാ? നിന്റെ പിള്ളേർ എന്റെ ബൈക്ക് കത്തിച്ചു. എടാ, നിന്റെ ബൈക്ക് ഇടിച്ചതിനല്ല ഈ കാശ് തന്നത്. അടുത്തായിട്ടൊരു സംഭവം ഉണ്ട്, ഞാൻ പറയാം. അതിന്റെ അഡ്വാൻസ് ആയിട്ട് വെച്ചോ. ഇത് മനസ്സിലായോ? എന്നാ കാണാം. ശരി. ഇവനൊക്കെ എന്തിനാട്ടാ കാശ് കൊടുക്കുന്നേ? അവൻ ഒരുത്തൻ 10 പേർക്ക് സമമാണ്. പറയൂ റോബർട്ട്. അവനെ സാധാരണക്കാരനായിട്ട് വിചാരിക്കണ്ട. നിങ്ങളെങ്ങോട്ട് പറ്റില്ല. കാരണം അവൻ ആരാന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത് നീ അറിയാതിരിക്കട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് മൂവ് ചെയ്യണ്ട. അവന്റെ മരണം എന്റെ കയ്യില. ആരുടെ മരണം ആരുടെ കയ്യിലാണെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാൻ പറ്റൂ.
എടാ ഈ പണം വെച്ച് നീ എന്താ ചെയ്യാൻ പോന്നെ? ഹലോ ഹലോ സർ, ആ റിപ്പോർട്ട് എപ്പോൾ കിട്ടും സർ? സാറേ, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ 24 hours കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വരുമെന്ന്. റിപ്പോർട്ട് വന്നാൽ ഉടനെ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചോളാം സാർ. ഓക്കെ സർ. ഈ കാശ് നിന്റെ ഓഫീസിനടുത്തുള്ള ബാങ്കിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ആ സീരിയൽ നമ്പർ വെച്ചിട്ട് ആരാ വിഡ്രോ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാനാ? നമ്മൾ ചോദിച്ച അവർ ഉടനെ തരുമോ? നിന്റെ കൂടെ ജോലി ചെയ്യുന്ന മണിയില്ലേ, അവന്റെ അച്ഛൻ ആ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ തരും. അത് ശരിയാടാ, നമുക്ക് രാവിലെ വാങ്ങാം. അപ്പോ അവനാണോ അക്യൂസ്ഡ്? മേ ബി. ശ്വേതയ്ക്കൊന്നും ആവില്ലല്ലോ. ഒന്നും സംഭവിക്കില്ലടാ, നീ വിഷമിക്കല്ലേ. എന്നാ പിടിച്ചോ അഡ്രസ്സ്. എൻ്റെ പേര് പുറത്താരോ രണ്ട് നോക്കണേ. പണം എടുത്തവൻ ഇപ്പൊ നിലവിലുള്ള പാർട്ടിക്കാരനാ ലോഗ്. അവൻ്റെ എതിരായിട്ടൊന്നും പ്രശ്നം ഉണ്ടാകല്ലേ. ശരി ശരി. ആ, എൻ്റെ മോൻ്റെ കൂടെ ജോലി ചെയ്യുന്നതുകൊണ്ടാ ഞാൻ ഈ അഡ്രസ് തന്നത്. മനസ്സിലായോ? ശരി അങ്കിൾ. എന്താടാ പാർട്ടിക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ പവറുള്ള ആൾക്കാരാടാ തെറ്റ് ചെയ്യുക. ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം. നീ റൂമിൽ വിട്ടോ. ശരിയടാ. ഇത് നോക്ക്, മര്യാദക്ക് കയ്യൊപ്പം വെച്ചിട്ട് മിണ്ടാതെ പോയിക്കോ. മനസ്സിലായോ? അവൻ ഇത് പറഞ്ഞു ഇവൻ അത് പറഞ്ഞു എന്നൊക്കെ പറയരുത്. ഞാൻ പറയുന്ന മാത്രം മനസ്സിലാക്കണം. ഞാൻ 25 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു സാർ. പെട്ടെന്ന് ഒഴിയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും സാർ? എന്നാ തേണ്ടി കയ്യപ്പെട്ടിട്ട് പോടോ. ചേട്ടാ ഒന്ന് ആലോചിക്കണേ. മിണ്ടാതെ ഇടറാ. ഇന്നിപ്പോ അവര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ അങ്ങനെ ഉടനെ തിരിക്കാം. അത് ശരിയാ, ഞാൻ ഇത് തന്നെ നാട്ടിൽ വിളിക്കാൻ പറ്റില്ല. അല്ല, അത് കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞു നടക്കണ്ടേ? ഹലോ, ആരെയാ കാണണ്ടേ? 4 സ്റ്റുഡിയോയിൽ നിന്ന് വരികയാണ്. ചേട്ടനെ ഫോട്ടോ എടുക്കണം. അങ്ങനെയാണോ? ഏട്ടന്റെ കൂടെ നിൽക്കുമ്പോ എന്റെ മുഖം കൂടി കാണുന്ന പോലെ എല്ലാം നന്നായിട്ട് എടുത്തേക്കാം. അവൻ കയ്യൊപ്പം ഇട്ട് തന്നിട്ട് പോയി. ഇതിനപ്പുറം ആ സ്ഥലം നമ്മുടേതാ. നിനക്ക് കിട്ടേണ്ടത് ഞാൻ തന്നിരിക്കും. നീ ഇടയ്ക്ക് കയറരുത്. മനസ്സിലായോ? നീ എവിടെയാണെങ്കിലും നിനക്ക് എത്തേണ്ടത് അവിടെ എത്തിയിരിക്കും. വച്ചകിട്ട എന്താടാ അങ്ങനെ നോക്കുന്നത്? എന്നെ സ്കെച്ച് ഇടാനല്ല അവന്മാർക്ക് ഇനി 10 ലക്ഷം കൊടുത്തത്. നീ ആരാടാ? നിന്റെ മോന്തയ്ക്ക് 10 ലക്ഷം രൂപ? നീ എന്താ അത്ര വലിയ ക്ലാപ്പാണോ? എന്നെ നിനക്ക് ആരാന്ന് അറിയില്ലല്ലേ? ഓഹോ, നീ ഇതൊക്കെ സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുമോ? അവളെ എവിടെയാടാ വെച്ചത്? നീ അന്വേഷിക്കുന്ന സാധനം കിട്ടില്ല. 2 ദിവസം സമാധാനം ഇരുന്നിരുന്നെങ്കിൽ ആ സാധനം കിട്ടുമായിരുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യമാണ് ചെയ്തത്. തേണ്ടി നിന്നെ വിടില്ല ഞാൻ. അവിടെ നീ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഇവിടെയും സംഭവിക്കും. ഞങ്ങളെ നീ ശരിക്കും ശല്യപ്പെടുത്തുന്നുണ്ട്. പോകുന്നതാ നിനക്ക് നല്ലത്. നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങളുടെ ജോലി കഴിയുമ്പോൾ നിന്റെ അടുത്തെത്തും. കണ്ടില്ലേ? ഇവിടുന്ന് മര്യാദയ്ക്ക് പോ, അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ തീരും.
ഇവിടെ വന്ന പെണ്ണുങ്ങളിലെ നീ എനിക്ക് കൂടുതൽ ടോർച്ചറിങ് തന്നത്. 15 വർഷം കൂടെ തന്നെ ഉണ്ടായിരുന്നവരെ നീ കാരണം ഞാൻ നഷ്ടപ്പെടുത്തി. ഇതുവരെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം വെറുക്കാൻ തുടങ്ങി. ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് സീരിയസ്നെസ് ഉണ്ടാവില്ലല്ലേ? രാവിലെ എഴുന്നേക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഞാൻ നിന്നെ മാത്രം ആലോചിച്ചിരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നെന്ന് ഒരു ദിവസം നീ മനസ്സിലാക്കും സൂര്യ. എന്റെ ഫീലിങ്സ് എന്തായാലും നീ ഇപ്പം മനസ്സിലാക്കാൻ പോകുന്നില്ല. ഒരു ദിവസം നീ എന്നെ മിസ് ചെയ്യും, അപ്പം മനസ്സിലാവും നിനക്ക്. ടോട്ടൽ 78 കോൾസ് വന്നിട്ടുണ്ട് അവന്റെ നമ്പറിലേക്ക്. ആ 78 നമ്പറിലേക്കും കോൾ ചെയ്. എല്ലാ കോൾസും വോയിസ് റെക്കോർഡ് ചെയ്യണം. ആ ഓക്കേടാ. അവന്റെ വോയിസ് മാച്ച് ആവുന്നുണ്ടോ നോക്ക്. ഹലോ ഹലോ സർ, ഞങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്. അങ്ങേക്ക് എന്തെങ്കിലും ലോൺ ആവശ്യമുണ്ടോ? രാത്രി ഫോൺ ചെയ്യുന്നു, കാലത്ത് ഫോൺ ചെയ്യ്, ഫോൺ വെക്കേ. ശരി സർ. സർ ക്രെഡിറ്റ് കാർഡ് വിഷയമായിട്ട് ബാങ്കിലിരുന്ന് വിളിക്കുന്നത്. അതെ സർ. നിങ്ങൾക്ക് സമയവും സന്ദർഭവും ഒന്നുമില്ലടാ. ഫോൺ കിട്ടിയടാ. സാർ നിങ്ങൾക്ക് ലോൺ ഓഫർ വാങ്ങിച്ചോളേ കട്ടിയില്ല. ഫോൺ വെക്കടോ. ഓക്കെ താങ്ക് യു സർ. ഹലോ സർ, ക്രെഡിറ്റ് കാർഡ് വിഷയമായിട്ട് വിളിക്കുന്നു സർ. അല്ല സർ, ഇനിയും ഞങ്ങൾ പറയാൻ അതെ സർ, ഇതാണോ സർ? സർ ക്രെഡിറ്റ് കാർഡ് ഓഫർ കിട്ടും സർ. ആക്ച്വലി 24 hour സർവീസ് ആണ് സർ. ഓഫർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ വിളിക്കാം സർ. ആ ഓക്കെ താങ്ക് യു. എടാ ഇതുവരെ സംസാരിച്ച ഏത് വോയിസും മാച്ച് ആവുന്നില്ലടാ. ഇവനേതാ? നീ ആരാ? ആരെ കാണണ്ടേ? അല്ല, നീ ജീവൻ അന്വേഷിച്ച് ബാങ്കിൽ നിന്ന് വന്നതാണോ? അതെ. പിന്നെന്തിനാ എന്റെ വീട്ടിൽ വന്നത്? ജീവന്റെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിയോ? പറ്റിയ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അവരെന്തിനാ കാണിച്ചു തരുന്നേ? സൂക്ഷിച്ച മോനെ, അവർക്ക് വെറും മോശം പിള്ളേരാ. ആവശ്യമില്ലാത്ത ആപത്തിലൊന്നും പോയി ചാടണ്ട. അത് ഞാൻ നോക്കിക്കോളാം. അവരെവിടെയുള്ളത് മാത്രം നീ കാണിക്കേ. ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ ഇതും എടുത്തു വെക്കണോ? കുറച്ച് കാശ് തന്നു. കാശിന്റെ ആവശ്യം എനിക്കും ഉണ്ട്. എന്നെ കുടുക്കിക്കൊണ്ടൊന്നും ചാടിച്ചക്കല്ലേ. നിനക്ക് ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. അവന്മാർ എവിടെ ഉണ്ടാവും മാത്രം കാണിക്കേ, അത് മതി. എടാ സതീഷേ, എന്താട്ടാ? നീ ഇയാളോട് പോയിട്ടെ ജീവിയുടെ കൂട്ടുകാരൻ ഒരു മണിയെ നിനക്കറിയാമോ? അതെ. അവനെ ഇയാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നീ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വാ. ശരിയേട്ടാ. ചെലേ. നമ്മുടെ പയ്യന്മാർ 2 പേര് മരിച്ചു. അമ്മമാരെ എന്നെ കണ്ടുമുട്ടി. അവന് വെറുതെ വിടാൻ പാടില്ലടാ. ഇതൊക്കെ എന്റെ അടുത്ത് വിട്ടേക്ക്. തീർക്കണോടാ. അവൻ ഒരുത്തം കാരണം 2 ചെക്കന്മാര് മരിച്ചു പോയത്. വെറുതെ വിടാൻ പറ്റുമോ? പക്ഷെ അവൻ നമ്മളെ കണ്ണിൽ കിട്ടുന്നില്ലല്ലോ. കണ്ണ് കിട്ടിയാ തീർത്തേക്കണം അവനെ. എവിടെയും വിടാൻ പാടില്ലടാ. ഏട്ടാ റൈറ്റ് ഏട്ടാ.
ഏട്ടാ എവിടെയാണ്? നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ആ ശരി. മച്ചാനെ, നീ എങ്ങോട്ടാ പോന്നേ? പോ.
അവൻ എവിടെയുള്ളതും പറ. നീ എനിക്ക് ആവശ്യമില്ല. നീ എന്നെ ഉറപ്പായിട്ടും തീർത്തോളയാ. എൻ്റെ കുടുംബത്തിന് അവനെ രക്ഷിച്ചത്. അവന് വിശ്വാസമായിരുന്നിട്ട് ഞാൻ മരിക്കാം. എടാ ഫോൺ അടിക്കുന്നടാ, എടുത്ത് സംസാരിക്കേ. ചേട്ടാ ഇപ്പൊ ജോലിയുണ്ട്, ഞാൻ പിന്നെ സംസാരിച്ചോളാം. ആ ഇപ്പൊ ജോലിയുണ്ട്, അതുകൊണ്ട് ഫോൺ സ്മൈൽ എടുക്കണില്ല. ചെയ്യുമോനെ. അത് കഴിഞ്ഞ് അവള് സംസാരിക്കണില്ലെന്നും പറഞ്ഞ് തനച്ചിരുന്ന് കരയും. എടാ മോനെ, ഈ ലവ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നോക്ക്. എടാ എന്താ ഇത്? എല്ലാ ഫോട്ടോസും ഔട്ട് ഓഫ് ഫോക്കസ് ആണല്ലോ. ഏച്ചേ അത് ഡെമോൻ വന്ന ക്യാമറ നിന്നെ വെച്ച് ചെക്ക് ചെയ്തതാ. ഡെമോയ്ക്കോ? ഹലോ സാറേ, ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഫോർവേഡ് ചെയ്യട്ടെ? സാർ, അതിനെക്കുറിച്ച് നിങ്ങളതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ഈ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സേവഫ്ലോറിൻ എന്നുള്ളൊരു കെമിക്കലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ കെമിക്കൽ ഇപ്പം മാക്സിമം ആരും തന്നെ യൂസ് ചെയ്യാറില്ല. ഇത് ബേസിക് ഫോർമുല നോളജ് ഉള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. ശരി സർ, അതിന്റെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് കുറച്ച് മെയിൽ ചെയ്യൂ. ഓക്കെ സർ, ഐ വിൽ മെയിൽ യു. എടാ നീ എങ്ങോട്ടാ പോന്ന? ഷുഗർ ടാബ്ലറ്റ് തീർന്നടാ, വാങ്ങിക്കാൻ പോവാ. എനിക്ക് തലവേനക്കുന്ന പോലെ ഉണ്ടടാ, ഒരു ടാബ്ലറ്റ് ഒന്ന് ആ വാങ്ങിക്കാം. ശരി. ഈ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സേവഫ്ലോറിൻ എന്നുള്ളൊരു കെമിക്കലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ കെമിക്കൽ ഇപ്പം മാക്സിമം ആരും തന്നെ യൂസ് ചെയ്യാറില്ല. ഇത് ബേസിക് ഫോർമുല നോളജ് ഉള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. ഷുഗർ ടാബ്ലറ്റ് തീർന്നടാ, വാങ്ങിക്കാൻ പോവാ. എനിക്ക് തലവേനക്കുന്ന പോലെ ഉണ്ടടാ, ടാബ്ലറ്റ് വാങ്ങിക്കാം. ബാലാജി, സിറ്റിയിൽ എത്ര ഫാർമസി സപ്ലയേഴ്സ് ഉണ്ടെന്ന് നിനക്കറിയോ? മാക്സിമം 5 പേരുണ്ടോ അവിടെ? എല്ലാവർക്കും ഒന്ന് വിളിക്ക്. എന്തിനാടാ? അവരുടെ വോയിസ് റെക്കോർഡ് ചെയ്. രാധിക, ഞാൻ നിനക്ക് 2 നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യ്. ശരിടാ. ഹലോ ഹലോ, ഞങ്ങൾ ഗാന്ധിനഗറിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാന്ന് കരുതിയിട്ടാണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണം, ഒന്ന് പറയാമോ? ഓഫീസിലോട്ട് മതി. ഹലോ സർ, നമസ്കാരം, പറയൂ. ഒരു ഫാർമസി ഒന്ന് ഓപ്പൺ ചെയ്യാനിരിക്കുക, ഡീറ്റെയിൽസ് വേണം. ഓക്കെ സർ. ബാലാജി, 2 വോയിസ് നിനക്ക് അയച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്തോളൂ. ഞാൻ മീറ്റിംഗിലാണ്, രാവിലെ 10 മണിക്ക് ശേഷം വിളിക്കും. ഓക്കെ സർ, ഓക്കെ. എന്നാൽ ഞാൻ നാളെ വിളിക്കാം സർ. താങ്ക് യു. നമസ്കാരം, പറയൂ. ആ പിന്നെ പോയി ഓഫീസിലോട്ട് മതി. രാവിലെ 10 മണിക്ക് ശേഷം വിളിക്കും. മച്ചാനെ, ആരുടെ വോയിസ് സെറ്റ് ആവുന്നില്ലടാ, ഒരുത്തൻ ഫോൺ എടുക്കുന്നില്ല. ഓഫീസിലോട്ട് മതി. ഞങ്ങൾ പറയാൻ പറ്റുമോ? ഓഫീസിലോട്ട് മതി. ഹലോ, ആരാ സംസാരിക്കുന്നേ?
സർ കൊച്ചിയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാതിരിക്കാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വിളിച്ചതാ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സാർ തന്നാ. അവിടെ നീ എന്തൊക്കെ സംസാരിക്കുന്നത് അതെല്ലാം ഇവിടെയും സംഭവിക്കും. എടാ ഈ വോയിസ് മാച്ച് ആവുന്ന പോലെ ഉണ്ടടാ, ഒന്ന് കേക്കടാ. അവിടെ നീ എന്തൊക്കെ സംസാരിക്കുന്നത് അതെല്ലാം ഇവിടെയും സംഭവിക്കും. അവിടെ നീ എന്തൊക്കെ സംസാരിക്കുന്നത് അതെല്ലാം ഇവിടെയും സംഭവിക്കും. അതാരാ സംസാരിക്കുന്നത്? അവിടെ ആരാ സംസാരിക്കാൻ ചെയ്യുന്നു? അതെല്ലാം ആരാ സംസാരിക്കുന്നത്? അവിടെ ആരാ സംസാരിക്കാൻ ചെയ്യുന്നു? അവിടെ ആരാ സംസാരിക്കാൻ ചെയ്യുന്നു? അതാരാ സംസാരിക്കാൻ സംഭവിക്കും. ഡാ ഇവൻ തന്നെയാണടാ, ഇവൻ തന്നെയാണ് അത്. എത്രയും പെട്ടെന്ന് അവൻ എവിടെയുള്ള അവന്റെ ലൊക്കേഷൻ എനിക്ക് അയക്കുക, വേഗം അയക്കുക. ശരി നോക്കടാ. ഇതുവരെ കൊല്ലാത്തെന്നറിയാവോ? നീ കാരണം അവൻ ചാവണം. അവന്റെ സ്ഥിതി കണ്ട് നീയും ചാവണം. അവൻ എന്നെ ശരിക്കും ശല്യപ്പെടുത്തുന്നുണ്ട്. അവനെ വേദനിപ്പിക്കാൻ നിന്നെ ഇങ്ങനെ ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല. ഹലോ ബാലാജി, നീ അയച്ച ലൊക്കേഷനിലാണ് ഞാനുള്ളത്. കൺഫേം ആയിട്ട് ഈ സ്പോട്ട് അല്ലേ? അതെടാ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഞാൻ ഇൻഫോം ശരി ഓക്കെടാ. ഈ ബാഗ് നീ മാറ്റാൻ പോകുന്നില്ലേ? എത്ര ദിവസം ഈ ബാഗ് തന്നെ യൂസ് ചെയ്യാ? നീ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ബാഗാ ഇത്. അങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റും? അതിനുവേണ്ടി 3 കൊല്ലായിട്ട് നീ യൂസ് ചെയ്യോ? 30 കൊല്ലമായാലും ഞാൻ ഈ ബാഗ് സൂക്ഷിച്ചു വെച്ചിരിക്കും. ബെസ്റ്റ്. എനിക്ക് വേണമെങ്കിൽ ഒരുപാട് വാങ്ങാവുന്നേ ഉള്ളൂ. പക്ഷേ നീ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ഗിഫ്റ്റാ ഇത്. നിനക്കൊരു ജോലിയില്ലാതെ കയ്യിൽ പണമില്ലാത്ത സമയത്താണ് എനിക്ക് ഈ ബാഗ് വാങ്ങി തന്നത്.
അവളെ എന്താ കൊല്ലാതെ വെച്ചിരിക്കുന്നെന്നാണോ നോക്കുന്നേ? നിന്റെ മരണം അവള് കാണണം. അത് കണ്ട് അവളും ചത്തുവയ്ക്കോളൂ. നീ കാരണം എനിക്ക് കുറെ നഷ്ടങ്ങൾ സംഭവിച്ചു. നീ എന്നെ കുറേയധികം ഡിസ്റ്റർബ് ചെയ്തു. പടാ ആ നിനക്കൊന്നുമില്ല. ശ്വേത, 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 ഞാൻ വന്നു. ശ്വേത, കണ്ണു തുറന്നു നോക്ക്. ശ്വേത, ഞാൻ വന്നു. ശ്വേത, ശ്വേത, ഇവിടെ നോക്ക്. ശ്വേത, ശ്വേത, ഒന്നുമില്ല. ശ്വേത, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നോക്ക് ശ്വേത. ഏയ്! അവർക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുക തന്നെ വേണം. ആദ്യം നിങ്ങൾ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് വരൂ. ശരി ഡോക്ടർ. ശ്വേതയ്ക്ക് ഒരു കുഴപ്പമില്ല. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഫയൽ ഞാൻ ക്ലോസ് ചെയ്തോളാം.
കൊന്നേക്കടാ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊന്നേക്ക്. എന്നെ അങ്ങ് കൊന്നേക്ക്. എന്നെ കൊന്നേക്ക്. എന്നെ കൊന്നേക്ക്. എന്നെ കൊന്നേക്ക്. എനിക്ക് പറ്റുന്നില്ല. വയഗര നന്നായി പണി തരുന്നുണ്ടോ? പറ്റുന്നില്ലെന്നോ? ഈ വേദന നീ എത്ര പേർക്ക് തന്നിട്ടുണ്ടാവും? ആ വേദന നീ അനുഭവിക്കണ്ടേ? നിന്റെ ഇരയ്ക്ക് വേണ്ടി ആ പെണ്ണുങ്ങളുടെ ജീവിതം എന്തായെന്ന് നിനക്കറിയോ? മരിക്കുന്ന വരെ 2 ദിവസം നീ തന്ന ടോർച്ചറിൽ അവർക്ക് സെക്സ് എന്ന് പറഞ്ഞാലേ പേടിയാണ്. എന്നെ നീ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ഇനി നീ ഏത് പെണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതിനുള്ള ശിക്ഷയാണത്.